വളരെ വേദനയോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ താഴെ കാണുന്ന വ്യക്തി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. 7 മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. ഏതാണ്ട് 9ാം ക്ലാസ്സിൻ്റെ അവസാനത്തോടെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് അടുക്കുന്നത്. 10ാം ക്ലാസ് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. +1ഉം +2ഉം ഒരു ക്ലാസ്സിലല്ലെങ്കിലും ഞാൻ സയൻസ് ആയിരുന്നു, അവൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പക്ഷേ എന്നെ എല്ലാ ഇൻ്റർവെല്ലിൻ്റെ സമയത്തും ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ കാണാമായിരുന്നു. അതിന് കാരണക്കാർ 2 പേരായിരുന്നു. ഒന്ന് സംഗീത്, താഴെ കാണുന്നവൻ. പിന്നൊന്ന് ഷിമിൽ, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്. ഈ 2 സുഹൃത്തുക്കൾ ആയിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. വളരെ ഹൃദയത്തോട് അടുത്ത് നിന്ന സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഒരു ആത്മബന്ധമായിരുന്നു എനിക്ക് അവരോടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ സംഗീതം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആ സുഹൃത്ത് ഇപ്പോൾ മോർച്ചറിക്കുള്ളിലാണ്. ഇന്നലെ രാത്രി സൂയിസൈഡ് ചെയ്തു. എന്താണെന്നറിയില്ല. പക്ഷേ അവൻ്റെ മാനസിക സംഘർഷം എന്തായിരുന്നു എന്ന് അവൻ്റെ സംസാരത്തിൽ ഒരിക്കൽ പോലും അങ്ങനൊരു ഡിസിഷൻ അവൻ എടുക്കുമെന്നുള്ളൊരു ആ ഒരു ചിന്ത നമുക്ക് വരാത്ത തരത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ജൂൺ 18ാം തീയതി അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ ഒരു റെഗുലർ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിലും വളരെ ഒരു ആത്മബന്ധം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നു ഈ ഒരു ടൈമിൽ. അവനെ ഒന്ന് വിളിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനിങ്ങനെ ഒരു കടുംകൈ ചെയ്യില്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇനി ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അത്രയും അടുത്തുള്ള ഒരു വ്യക്തിയായിട്ട് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരുപക്ഷെ ആ ഒരു ടോക്ക് നിങ്ങളുടെ ആ ഒരു ഡിസിഷനിൽ നിന്ന് തന്നെ നിങ്ങളെ മാറ്റിയേക്കാം. വളരെ വേദനയോടെയാണ് കൂടെയുള്ള അത്രയും അടുത്ത സുഹൃത്തുക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും വേദന ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്.